മന്ത്രിസ്ഥാനത്തിൽ കോൺഗ്രസിന് വഴങ്ങി ജോസഫ് വിഭാഗം. ഒരു മന്ത്രി മാത്രം മതിയെന്ന് അംഗീകരിച്ചു. ഉഭയകക്ഷി ചർച്ചയിൽ മോൻസ് ജോസഫിനെ മന്ത്രിയാക്കാൻ തീരുമാനം. ചീഫ് വിപ്പ് സ്ഥാനം തോമസ് ഉണ്ണിയാടന് നൽകിയേക്കും. വിവരങ്ങളുമായി ബിനിൽ ലീല സാബുവാണ് ചേർന്നത്. ബിൽ അവസാനം ജോസഫ് വിഭാഗം വഴങ്ങിയിരിക്കുകയാണ്. എന്തു പറഞ്ഞാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്? രണ്ട് മന്ത്രിമാർ നൽകുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് നേരത്തെ തന്നെ ജോസഫ് വിഭാഗത്തെ അറിയിച്ചതാണ്. എന്നിട്ടും രണ്ട് മന്ത്രിമാർ അവകാശപ്പെട്ടതാണ് എന്നാണ് ജോസഫ് വിഭാഗം പറഞ്ഞുകൊണ്ടിരുന്നത്. 8 സീറ്റിൽ മത്സരിച്ചു, 7 സീറ്റിൽ ജയിച്ചു കയറി വന്ന് ഞങ്ങൾക്ക് രണ്ട് മന്ത്രിമാർ അതിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്ന് അല്പസമയം മുമ്പാണ് ഇവിടെ KPCC ആസ്ഥാനത്ത് ജോസഫ് വിഭാഗം നേതാക്കൾ എത്തിയത്. PJ ജോസഫ് എത്തി, മോൻസ് അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. ആ ചർച്ചയിലാണ് ഒരു മന്ത്രിസ്ഥാനവും അതോടൊപ്പം തന്നെ ചീഫ് വിപ്പ് സ്ഥാനവും നൽകാം എന്ന് വീണ്ടും പറഞ്ഞത്. അതിന് വഴങ്ങുകയായിരുന്നു. എന്തായാലും മന്ത്രിയാവുക മോൻസ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കടുത്തുരുത്തി MLA മോൻസ് ജോസഫ് മന്ത്രിയാകും. ആ തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ട്. ജലവിഭവം വകുപ്പോ അല്ലെങ്കിൽ കൃഷി വകുപ്പോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കാനാണ് സാധ്യത. കൂടുതൽ വകുപ്പുകൾ ഉണ്ട്, അത് പിന്നീടാണ് പറയുക. പ്രധാനപ്പെട്ട വകുപ്പ് കൃഷിയോ ജലവിഭവമോ ആയിരിക്കും. അത് നൽകാൻ ഏകദേശ ധാരണയായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് RSP നേരത്തെ മന്ത്രിസ്ഥാനത്തേക്ക് അവർക്ക് ജലവിഭവം അവർ ചോദിച്ചിരുന്നു. നിലവിൽ അവർക്ക് ഉണ്ടായിരുന്നത്, നേരത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് ഷിബു ബേബി ജോൺ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന തൊഴിൽ വകുപ്പായിരുന്നു. പക്ഷേ അതിനിപ്പോൾ പ്രസക്തിയില്ല. അതുകൊണ്ട് മറ്റൊരു വകുപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ജലവിഭവ വകുപ്പാണ് അവർക്ക് നൽകാൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ അതുകൊണ്ട് കൃഷിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക. മോൻസിന് ലഭിക്കുകയാണെങ്കിൽ കൃഷി വകുപ്പായിരിക്കും ലഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പിന്നെ മറ്റൊരു സ്ഥാനം ചീഫ് വിപ്പാണ്. അത് ആർക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ പാർട്ടിയിൽ ചർച്ച ചെയ്യും. നിലവിലെ ഒരു ധാരണ തോമസ് ഉണ്ണിയാടന് നൽകാൻ തന്നെയാണ്. അദ്ദേഹം സീനിയറായിട്ടുള്ള നേതാവാണ്. ബിന്ദുവിനെ പരാജയപ്പെടുത്തി ഇരിങ്ങാലക്കുടയിൽ ജയിച്ചു വന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ നൽകിയേക്കും. അക്കാര്യത്തിലൊരു ചർച്ച പാർട്ടിയിൽ ഉണ്ടാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ചർച്ചയ്ക്ക് ശേഷമാകും. നിലവിൽ ധാരണ പ്രകാരം കൂടുതൽ സാധ്യത തോമസ് ഉണ്ണിയാടനാണ്, അല്ലെങ്കിൽ അബു ജോൺ ജോസഫിലേക്ക് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിലെ ധാരണ പ്രകാരം ഒരു മുൻതൂക്കമുള്ളത് തോമസ് ഉണ്ണിയാടനാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന് ജോസഫ് വിഭാഗം വഴങ്ങിയിരിക്കുന്നു. ഒരു മന്ത്രിസ്ഥാനവും ചീഫ് സ്ഥാനവുമാണ് അവർക്ക് ലഭിക്കുക. അഞ്ജലി, ജോസഫ് വിഭാഗം കോൺഗ്രസിന് മുന്നിൽ വഴങ്ങിയിരിക്കുകയാണ്. ഒരു മന്ത്രിസ്ഥാനമാണ് ലഭിക്കുക. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.